ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ബേക്കിംഗ് പൗഡർ ഇത്രയുമാണ് നമുക്ക് ടാൻ മാറാനായിട്ടുള്ള ഒരു പാക്കാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇത് വെയിൽ കൊണ്ടുള്ള ടാനും അതുപോലെ അണ്ടർആർമുകളും ഒക്കെ മാറ്റാനായിട്ട് നമുക്ക് ഉപയോഗപ്രദമായ ഒരു പാക്കാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് തയ്യാറാക്കുമെന്ന് നോക്കാം. ഉണങ്ങിയ ഒരു ബൗളെടുക്കുന്നു. അതിലോട്ട് നമ്മൾ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു 3/4 ടേബിൾ സ്പൂണ് തൈര്, ഒരു 1/2 ടീസ്പൂണ് നമുക്ക് ഗോതമ്പ് പൗഡറായത്, അതുപോലെ സ്ക്രബിന് പകരം നമുക്ക് 1/2 ടീസ്പൂണ് വറക്കാത്ത അരിപ്പൊടി, പിന്നെ നമുക്ക് ഒരുപാട് വേണ്ട ഒരു ശകലം ബേക്കിംഗ് പൗഡർ, പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ തേന്, പിന്നെ നമുക്ക് 2 ടീസ്പൂണ് പുളിയ വെള്ളം. പിന്നെ ഇത്രയും മാത്രം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത്. ഇത് ടാൻ കളയാൻ ഒരു കാരണവശാലും ഇത് മുഖത്ത് ചെയ്യാൻ പാടില്ല. കഴുത്തേലും കയ്യിലും കൈമുട്ടിലെ കാൽപാദം ഇങ്ങനെയൊക്കെയുള്ള ടാൻ മാറാനായിട്ടുള്ള ഒരു പാക്ക് ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് കയ്യിലൊന്ന് ഇട്ട് നമുക്ക് നോക്കാം. എങ്കിലും മുഖത്താണെങ്കിലും എന്താണെങ്കിലും എപ്പോഴും നമ്മൾ ഒരു പാക്ക് ഇടണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്തെങ്കിലും വെച്ച്, ഇപ്പോൾ ഞാൻ റോസ് വാട്ടർ എടുത്തേക്കുന്നത് ഒന്ന് ക്ലീൻ ചെയ്യണം. എന്ത് പാക്ക് നമ്മൾ ഇട്ടാലും നമ്മൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന പാക്കാണ് ഇവിടെ കാണുന്നത്. ഇത് ഒരു കാരണവശാലും നമ്മൾ ഫേസിലോട്ട് കൊണ്ടുപോകാൻ പാടില്ല. നമുക്ക് കറുപ്പ് അല്ലേ, ഈ കൈക്ക് തന്നെ ഇവിടുത്തെ ചേഞ്ചും ഈ കളർ നമ്മൾ വ്യത്യാസം നമുക്കിപ്പം തന്നെ ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ഫേസിൻ്റെ കളർ നല്ലതായിട്ട് അതേപോലെ കളർ വരുന്നു. അതേസമയം ഇങ്ങോട്ട് വരുന്നവർ ഇത് ടാനായി മാറുന്നു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പാക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മിക്സ് ചെയ്ത് ഇടുകയാണെങ്കിൽ ആ സൺ ടാനായാലും ഒക്കെ അങ്ങ് മാറും. അതുപോലെ ഇത് കൈയുടെ മുട്ടിന് വരുന്ന കറുപ്പിനും ഒക്കെ ഈ ഒരു പാക്ക് വളരെ നല്ലതാണ്. ഇതേപോലെ നമ്മൾ ഇട്ടതിന് ശേഷം ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 20 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ 20 മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യട്ടെ. ഓക്കെ അപ്പോൾ 20 മിനിറ്റായി. ഈ ഡി ടാൻ പാക്ക് ഇട്ടതിന് ശേഷം 20 മിനിറ്റായി. ഇനി നമുക്കിത് എങ്ങനെ റബ്ബ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് പച്ചപ്പാൽ ഇതുപോലെ എടുക്കുക, നമ്മൾ തൊട്ട് ഒന്ന് നനച്ചു കൊടുക്കുക. നനച്ചു കൊടുത്തതിന് മൈൽഡായിട്ടൊരു മസാജ് കൊടുക്കുക. മസാജ് അറിയാൻ പാടില്ലാത്തവർക്കാണെങ്കിൽ ഇവിടെ മൈൽഡായിട്ട് മുകളിലോട്ട് മാത്രമേ മസാജ് കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ താഴോട്ട് മസാജ് തിറക്കാൻ പാടില്ല, സ്കിങ് മസിൽ ലൂസാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് മസാജ് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ടാൻ എന്തുമാത്രം മാറിയെന്ന് കാണാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ആ ടാൻ്റെ പാക്കിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിതുപോലെ ഒന്നുകിൽ പച്ചവെള്ളമോ അല്ലെങ്കിൽ പച്ചപ്പാൽ തൊട്ട് നനച്ചതിന് ശേഷം റബ്ബ് ചെയ്തു. നമ്മൾ എന്ത് പാക്കിട്ടാലും അത് ഇട്ടതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ സ്വല്പം എടുത്ത് അപ്ലൈ ചെയ്യണം. അപ്പം ഞാൻ ഇവിടെ ഒരു മോയ്സ്ചറൈസർ ഇതുപോലെ എടുത്തു. ഇത്രയും മതി, ഒരുപാട് ഇതിൻ്റെ ആവശ്യമില്ല. ഒരു ശകലം മോയ്സ്ചറൈസർ എടുക്കുക. ആണ് ഇതുപോലെ ഏതെങ്കിലും മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്കിൻ നല്ല ഷൈനിങ് ആയിട്ട് തോന്നുകയും ചെയ്യും. ഇതുപോലെ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഒരു പാക്ക് ഇട്ട് കൊടുത്താൽ തന്നെ ആ ആഴ്ചയിലുള്ള ടാനെല്ലാം മാറി നമ്മുടെ ഫേസിൻ്റെ കളറ് എന്ന് ഇതുപോലെ നിലനിൽക്കും. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും.